പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർദ്ധിപ്പിക്കില്ലെന്ന് കേന്ദ്ര സർക്കാർ. രാജ്യത്ത് പാചകവാതക ഇന്ധന പ്രതിസന്ധിയില്ല. പാചകവാതക സിലിണ്ടർ ബുക്ക് ചെയ്യാനുള്ള സമയപരിധി നീട്ടി എന്ന റിപ്പോർട്ടുകൾ കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം തള്ളി. मैं देशवासियों को विश्वास दिलाना चाहती हूं कि हमारे पास पेट्रोल और डीजल पर्याप्त मात्रा में उपलब्ध है. कहीं पर भी किसी पेट्रोल पंप पर कोई कमी नहीं है. पेट्रोल पंप को सप्लाई करने वाले टर्मिनल्स पर भी पर्याप्त मात्रा में उपलब्ध है. इसलिए अफवाहों पर विश्वास न करें और पैनिक बाइंग से बचें. പാചകവാതക പ്രതിസന്ധി ഉയർത്തി പാർലമെന്റിൽ പ്രതിപക്ഷം ഇന്നും പ്രതിഷേധിച്ചു. നോബൽ മാരിക്കാരൻ വിവരങ്ങളുമായി ദില്ലിയിൽ നിന്ന് ചേരുന്നുണ്ട്. നോബൽ, ഈ പ്രതിസന്ധി സർവ്വമേഖലകളെയും വ്യാപിച്ചിട്ടുണ്ട്. അതിനിടയിൽ തന്നെ പെട്രോളിനും ഡീസലിനും ഒക്കെ വില ഉയരുമോ എന്നുള്ള ആശങ്കയും നമുക്കൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു ആശങ്ക വേണ്ട, പരിഭ്രാന്തി വേണ്ട എന്നുള്ള നിർദ്ദേശം കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാവുകയാണ്. അതിന്റെ വിശദാംശങ്ങൾ എന്താണ്? ഒപ്പം തന്നെ ഇന്ന് സർവകക്ഷി യോഗം ചേർന്നിരുന്നു. സർവകക്ഷി യോഗത്തിൽ സംഭവിച്ചത് എന്താണ് നോബൽ? പശ്ചിമേഷ്യൻ സംഘർഷം ഉണ്ടാക്കുന്ന ഏത് സാഹചര്യവും കൈകാര്യം ചെയ്യാൻ രാജ്യം സജ്ജമാണ് എന്നാണ് കേന്ദ്ര സർക്കാർ ഇന്നിപ്പോൾ സർവകക്ഷി യോഗത്തിൽ അറിയിച്ചിരിക്കുന്നത്. നിലവിൽ ഊർജ്ജ പ്രതിസന്ധി രാജ്യത്ത് ഇല്ല. കൂടുതൽ ഊർജ്ജ സ്രോതസ്സുകളെ കുറിച്ച് ഇന്ത്യ പരിശോധിക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വരും ദിവസങ്ങളിൽ 5 കപ്പലുകളിൽ എണ്ണ എത്തുന്നു എന്നുള്ളതാണ്. വിവിധ രാജ്യങ്ങളുമായി ഇന്ത്യ ആശയവിനിമയം നടത്തുന്നു എന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുന്നത്. കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആണ് സർവകക്ഷി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചിരുന്നത്. പ്രതിപക്ഷ പാർട്ടികൾ എല്ലാ പ്രവർത്തനങ്ങൾക്കും പിന്തുണ നൽകിയെന്ന് കിരൺ റിജിജു അടക്കമുള്ള കേന്ദ്രമന്ത്രിമാർ ഇന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം പ്രതിസന്ധി ഇല്ല എന്ന് കേന്ദ്രം പറയുമ്പോഴും ഇന്നും വിവിധയിടങ്ങളിൽ രാജ്യത്ത് പെട്രോൾ പമ്പുകൾക്ക് മുന്നിലും അതോടൊപ്പം തന്നെ ഗ്യാസ് ഏജൻസികൾക്ക് മുമ്പിലൊക്കെ വലിയ ക്യൂ കാണാൻ കഴിഞ്ഞു എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ്. ഒപ്പം പ്രതിപക്ഷ പാർട്ടികൾ ഇന്നും പാർലമെന്റ് കവാടത്തിൽ വലിയ പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട് ഉയർത്തുകയും ചെയ്തു. LPG ക്ഷാമം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മല്ലികാർജ്ജുൻ ഖാർഗെ നേതൃത്വത്തിൽ ഇന്ത്യ സഖ്യ എംപിമാരാണ് ഇന്ന് വലിയ പ്രതിഷേധം സംഘടിപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്. ദില്ലിയിലാണെങ്കിൽ ആം ആദ്മി പാർട്ടി MLA മാർ നിയമസഭയ്ക്ക് മുന്നിലും പ്രതിഷേധം സംഘടിപ്പിച്ചു. അങ്ങനെ വിവിധയിടങ്ങളിൽ പ്രതിപക്ഷ പാർട്ടികളുടെ പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട് തുടരുകയും ചെയ്യുന്നുണ്ട്. അപ്പോഴും പലയിടത്തും LPG ക്ഷാമം ഉണ്ട് എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് ഹോട്ടലുകൾ അടയ്ക്കുന്നു, അവിടെ മെനുകൾ വെട്ടിക്കുറയ്ക്കുന്നു. അത്തരത്തിലുള്ള സാഹചര്യമൊക്കെ പലയിടത്തും ഇപ്പോഴും കാണാൻ കഴിയുന്നുണ്ട്. കേന്ദ്ര സർക്കാർ പക്ഷേ അപ്പോഴും വ്യക്തമാക്കുന്നത് നിലവിൽ ഒരു ഊർജ്ജ പ്രതിസന്ധി രാജ്യത്തില്ല. അതുകൊണ്ട് ആളുകൾ ആശങ്കപ്പെട്ടതിന്റെ കാര്യമില്ല എന്ന് കേന്ദ്രം ആവർത്തിക്കുന്നു. ഓക്കെ, നോബൽ മാരിക്കാരനാണ് വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും പെട്രോളിന്റെ ഡീസലിന്റെ വില കൂട്ടില്ല എന്ന് കേന്ദ്രം പ്രഖ്യാപിച്ചത് വലിയ ആശ്വാസകരം തന്നെ.